സാമൂഹിക മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള അതിക്രൂരമായ സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. എറണാകുളം ജില്ലയിലെ വാരാപ്പുഴ കൂമന്നാവിലെ ഒരു അഗതി മന്ദിരത്തിനുള്ളിൽ വെച്ച് ഒരു കൊലക്കേസ് പ്രതിയെ ക്രൂരമായി മർദ്ദിക്കുകയും അദ്ദേഹത്തിന്റെ ജനനേന്ദ്രിയം മുറിച്ചു മാറ്റുകയും ഒരു കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിൽ അഗതി മന്ദിരം നടത്തിപ്പുകാരനായ പാസ്റ്റർ ഉൾപ്പെടെ 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ നിന്നാണ് ഈ പ്രതികളെ പിടികൂടിയത്. കൂനമ്മാവ് അഗതി മന്ദിരം നടത്തിപ്പുകാരനായ ഫ്രാൻസിസ് ആരോമൽ, നിതിൻ എന്നിവരെയാണ് അറസ്റ്റിലായിരിക്കുന്നത്. കൊലക്കേസ് പ്രതിയായ ആലപ്പുഴ അരത്തൂർ മഞ്ചത്തറ വീട്ടിലെ സുദർശനാണ് ഈ ക്രൂരതയ്ക്ക് ഇരയായത്. സുദർശൻ നേരത്തെ അതിർത്തി തർക്കത്തെ തുടർന്ന് ചേർത്തലയിൽ മുനീർ എന്നയാളെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായിരുന്നു. കൂടാതെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലും ഇയാൾക്കെതിരെ കേസുകൾ നിലവിലുണ്ട്. സുദർശനെ അഗതി മന്ദിരത്തിൽ എത്തിച്ചതുമായി ബന്ധപ്പെട്ട ചില ദുരൂഹതകളും നിലനിൽക്കുന്നുണ്ട്. വഴിയാത്രക്കാരെ ശല്യപ്പെടുത്തുന്നത് ആരോപിച്ചാണ് ഇയാളെ കൊച്ചി സെൻട്രൽ പോലീസ് പിടികൂടിയത്. തുടർന്ന് പോലീസ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഇയാളെ വരാപ്പുഴ കൂനമ്മാവ് അഗതി മന്ദിരത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. പോലീസ് നൽകുന്ന പ്രാഥമിക വിവരമനുസരിച്ച് അഗതി മന്ദിരത്തിലെത്തിയ സുദർശൻ അവിടെ ആക്രമണം കാട്ടി. ഇതേ തുടർന്ന് അഗതി മന്ദിരം നടത്തിപ്പുകാരനായ പാസ്റ്റർ ഫ്രാൻസിസും സഹായികളായ ആരോമലും നിതിനും ചേർന്ന് സുദർശനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. എന്നാൽ മർദ്ദനത്തിന്റെ പേരിൽ നടത്താൻ കഴിയുന്നതിലും അപ്പുറമുള്ള അതിക്രമങ്ങളാണ് സുദർശനന്റെ ശരീരത്തിൽ നടന്നിരിക്കുന്നത് എന്ന കണ്ടെത്തൽ പോലീസിനെ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് നയിച്ചു. അതിക്രൂരമായി ആക്രമിക്കപ്പെട്ട സുദർശനെ ഒക്ടോബർ 21-നാണ് കൊടുങ്ങല്ലൂർ നഗരമധ്യത്തിൽ പടിഞ്ഞാറേ നട വഴിയോരത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ നാട്ടുകാർ കണ്ടെത്തിയത്. ഉടൻ തന്നെ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴാണ് അയാളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ഭീകരത പുറത്തറിഞ്ഞത്. സുദർശന്റെ ജനനേന്ദ്രിയം പൂർണ്ണമായി മുറിച്ചു മാറ്റിയ നിലയിലായിരുന്നു. കൂടാതെ ഒരു കണ്ണിന് ഗുരുതരമായി പരിക്കേൽക്കുകയും കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വയറിന്റെ 2 ഭാഗത്തും ആഴത്തിലുള്ള കുത്തേറ്റിട്ടുണ്ട്. വയറിലെ കുത്തേറ്റ പരിക്കുകൾ ശ്വാസകോശത്തിനും കുടലിനും സാരമായ ക്ഷതങ്ങൾ ഏൽപ്പിച്ചു. ദേഹമാസകലം കുത്തുകൊണ്ടും മറ്റു മൂർച്ചയുള്ള ആയുധങ്ങൾ കൊണ്ടും വരഞ്ഞ പാടുകളും ഉണ്ടായിരുന്നുവെന്ന് സുദർശനെ കണ്ട നാട്ടുകാർ മൊഴി നൽകിയിട്ടുണ്ട്. ഒരു കൊലക്കേസ് പ്രതിയെ വഴിയാത്രക്കാരെ ശല്യം ചെയ്തതിന് പിടികൂടി അഗതി മന്ദിരത്തിൽ എത്തിക്കുകയും അവിടെ വെച്ച് ഇത്രയും ക്രൂരമായ മർദ്ദനം ഏൽപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ കേരളത്തിൽ സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത്. സംഭവത്തെ തുടർന്ന് പോലീസ് കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. സുദർശനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ കൊടുങ്ങല്ലൂർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതികളിലേക്ക് എത്തിച്ചത്. അഗതി മന്ദിരം നടത്തിപ്പുകാരനായ പാസ്റ്റർ ഫ്രാൻസിസിന്റെ നേതൃത്വത്തിലാണ് ഈ ക്രൂരത അരങ്ങേറിയതെന്നാണ് പോലീസ് പറയുന്നത്. എന്തിനാണ് ഇത്രയും അതിക്രൂരമായ രീതിയിൽ മർദ്ദിക്കുകയും അംഗഭംഗം വരുത്തുകയും ചെയ്തതിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പ്രതികളെ ചോദ്യം ചെയ്തതിലൂടെ പുറത്തുവരുമെന്നാണ് പോലീസ് അറിയിച്ചത്. മനുഷ്യത്വം മരവിച്ചു പോയ ഈ സംഭവം കേരളത്തിലെ അഗതി മന്ദിരങ്ങളുടെ നടത്തിപ്പിലെ സുതാര്യതയെക്കുറിച്ചും നിയമപരമായ മേൽനോട്ടത്തെക്കുറിച്ചും ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഒരു കൊലക്കേസ് പ്രതിയാണെങ്കിൽ പോലും ഇത്രയും മനുഷ്യത്വരഹിതമായ ശിക്ഷ നൽകാൻ ആർക്കും അവകാശമില്ല. ഈ ആക്രമം മറനീക്കി വരുന്നതോടെ സംസ്ഥാനത്തെ മറ്റ് അഗതി മന്ദിരങ്ങളെ കുറിച്ചും അവിടുത്തെ അന്തേവാസികളുടെ സുരക്ഷയെക്കുറിച്ചും വിശദമായ അന്വേഷണം നടത്തേണ്ടതിന്റെ ആവശ്യകത വർദ്ധിച്ചു വരികയാണ്.